ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് റോമിന് ചുറ്റുമുള്ള ദുഃഖവെള്ളി പ്രദക്ഷിണത്തിൽ പങ്കെടുത്തില്ല ഫ്രാൻസിസ് മാർപ്പാപ്പ. ഈസ്റ്റർ കുർബാനയ്ക്ക് നേതൃത്വം നൽകും. പക്ഷേ ഇസ്രയേൽ ഹമാസ് യുദ്ധം മൂലം ജെറുസലേമിന് സമീപത്തുള്ള വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ കഴിയാതെ തീർത്ഥാടകർ വീർപ്പുമുട്ടുന്നുവെന്ന് നമ്മുടെ പ്രതിനിധി പി ജെയിംസ് പറയുന്നു. വിദേശ വാർത്തകളുമായി പി ജെയിംസ് നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഹായ് ജെയിംസ്, അപ്പോൾ നമ്മുടെ മാർപ്പാപ്പയുടെ കാര്യം പറയൂ. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് 87 വയസ്സ് കഴിഞ്ഞു. എസ്കേൻ അറിയാവുന്ന പോലെ അദ്ദേഹത്തിന് ഒരുപാട് രോഗങ്ങൾ ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മുട്ടിന് വേദനയുണ്ട്, നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. വീൽ ചെയറിലാണ് യാത്ര ചെയ്യുന്നത്. സഞ്ചരിക്കുന്ന കാറിൽ സഞ്ചരിച്ചതിന് ശേഷം മൂവ് ചെയ്യുന്നത് ഈ വീൽ ചെയറിലാണ്. അപ്പോൾ സാധാരണ ഈ ദുഃഖവെള്ളി ദിനത്തിൽ വത്തിക്കാന് ചുറ്റും റോമിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ 14 സ്ഥലങ്ങൾ വെച്ച് കുരിശിൻ്റെ വഴി, അത് യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ ഓർമ്മയായിട്ട് ക്രൈസ്തവർ നടത്തുന്നതാണ് കുരിശിൻ്റെ വഴി. അതിൽ മാർപ്പാപ്പ സാധാരണ പങ്കെടുക്കാറുണ്ട്. മാർപ്പാപ്പന്മാർ പങ്കെടുക്കുന്ന ഒരു ഐതിഹാസികമായ ഒരു യാത്രയായിട്ടാണ് കാണുന്നത്. ക്രിസ്തുവിൻ്റെ മുറിവേറ്റ ആ പാദങ്ങളിലൂടെ അല്ലെങ്കിൽ ഒരു തീർത്ഥയാത്രയായിട്ട് പോകുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ദുഃഖവെള്ളിയിലെ പ്രദക്ഷിണത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പങ്കെടുത്തില്ല എന്നുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയാണ്. എന്നാൽ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന ചടങ്ങുകളിൽ സാധാരണ നിലത്ത് കിടന്ന് ഭൂമിയെ ചുംബിക്കുന്ന ഇതൊക്കെ ഉണ്ട്, അതൊന്നും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് വീൽ ചെയറിലിരുന്ന് അതിൽ മാത്രം പങ്കെടുത്ത് മടങ്ങുകയാണ് ചെയ്തത്. അതേസമയം അടുത്ത ദിവസം വരുന്ന ഈസ്റ്ററിലെ ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് തിരുനാളിൻ്റെ ഭാഗമായിട്ടുള്ള കുർബാനയിലും അതുമായി ബന്ധപ്പെട്ട അദ്ദേഹം നൽകുന്ന ആശീർവാദ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിനെ ചുറ്റിപ്പറ്റി വലിയ ആശങ്ക റോമിൽ പടരുന്നുണ്ട്. കാരണം കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം 140 കോടി ജനങ്ങളുടെ ആത്മീയാചാര്യനാണ്. ഒരുപക്ഷെ സഭയെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ കൊണ്ടുപോകുന്ന ആളാണ്. ഈ ഉക്രൈൻ യുദ്ധത്തിനെതിരെയും അതുപോലെ തന്നെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനെതിരെയൊക്കെ വളരെ ശക്തമായ നിലപാടെടുക്കുന്ന മാർപ്പാപ്പ എന്ന നിലയിൽ ഇനി ഒരു പിൻഗാമിയെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അതിനിടയിലാണ് ഈസ്റ്റർ ആഘോഷങ്ങളൊക്കെ നടക്കുന്നത്. എസ്കേൻ, തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ തന്നെ ഈ ദുഃഖവെള്ളി, അതുപോലെ തന്നെ ക്രിസ്തുവിനെ ദുഃഖവെള്ളിയിൽ യേശു ക്രിസ്തുവിനെ കുരിശുമരണത്തിന് വിധേയമാക്കിയ ശേഷം 2000 വർഷം മുമ്പ് യേശു ക്രിസ്തുവിനെ മറവ് ചെയ്ത സ്ഥലം, അത് അരിമത്യക്കാരനായ ജോസഫിൻ്റെ സ്ഥലത്താണ് അദ്ദേഹത്തെ യേശു ക്രിസ്തുവിനെ സംസ്കരിച്ചത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിപ്പോൾ അവിടെ ഒരു പള്ളിയാണ്. ആ പള്ളിയിലും അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക്, അപ്പോൾ തന്നെ ഗാഗുൽത്താമല നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചതാണ്, അതെല്ലാം ജെറൂസലമിനടുത്താണ്. അപ്പോൾ ജെറൂസലമിനടുത്ത് ഇസ്രായേലും അതുപോലെ തന്നെ പാലസ്തീനും ഒരുപോലെ ഞങ്ങളുടെ തലസ്ഥാനം എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ ഈ യുദ്ധത്തിൻ്റെത് കാരണം തീർത്ഥാടകർക്ക് പോകാൻ കഴിയുന്നില്ല. കഴിഞ്ഞ 5-6 മാസമായിട്ട് തീർത്ഥാടകരൊന്നും, അല്ലെങ്കിൽ സാധാരണ ഈസ്റ്ററും ദുഃഖവെള്ളിയൊക്കെ പ്രമാണിച്ച് വലിയ ജനക്കൂട്ടം വരുന്ന പ്രദേശങ്ങളാണ്. എന്ന് മാത്രമല്ല യേശുക്രിസ്തു ജനിച്ചു എന്ന് കരുതപ്പെടുന്ന ബത്ലഹം തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ മുഴുവൻ അവിടെ ഒന്നും തീർത്ഥാടകർക്ക് പോകാൻ പറ്റാത്ത തരത്തിലാണ് കാര്യങ്ങൾ. എസ്കേൻ. ജെയിംസ്, ഈ പെസഹ വ്യാഴമോ ദുഃഖവെള്ളി ഒന്നും പരിഗണിക്കാതെ ഇസ്രയേൽ ഇപ്പോഴും അക്രമം തുടരുന്നു എന്ന വാർത്തയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത്. മാത്രമല്ല സിറിയയിലും ലെവലിലും ഒക്കെ വൻ ആക്രമണം നടത്തി 40 പേർ സിറിയയിൽ തന്നെ കൊല്ലപ്പെട്ടു. അതേപോലെ തന്നെ ഈ ഒരു ഹിസ്ബുള്ള കമാൻഡറും കൊല്ലപ്പെട്ടു എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ട്. ലോകരാജ്യങ്ങൾ മുഴുവൻ യുദ്ധത്തിന് ഇടവേള വേണമെന്ന് പറയുമ്പോഴും ഇസ്രയേൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എസ്കേൻ, ഇസ്രായേൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് യഹൂദന്മാരാണ് അവിടെ ഉള്ളത്. ഒരു യേശു ക്രിസ്തുവിനെ വധിച്ചവർ, കൊല ചെയ്തവർ എന്ന പേരിൽ യഹൂദന്മാർ പണ്ട് മുതലേ വെറുക്കപ്പെട്ടവരായിരുന്നു. പിന്നീട് അവർ ജനമധ്യത്തിൽ വിശ്വാസയോഗ്യരായിട്ട് തീരുന്നത് 2ാം ലോക മഹായുദ്ധകാലത്ത് അവർക്ക് നേരിടേണ്ടി വന്ന പീഡനങ്ങളെ തുടർന്നാണ്. ഹോളോകോസ്റ്റ് എന്ന പേരിൽ നമുക്കറിയാം, കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ഹിറ്റ്ലറും നാസികളും അവരെ കൊന്നൊടുക്കേണ്ട കഥ. അതുകൊണ്ട് തന്നെ യുദ്ധത്തിൻ്റെ ഭീതി അനുഭവിച്ചവരാണ് യഹൂദന്മാർ. പക്ഷെ അവർ ക്രൂരമായിട്ടാണ് കഴിഞ്ഞ 5 മാസത്തിലേറെയായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹമാസ് ഇസ്രായേലിൽ കയറി 1200 പേരെ വധിച്ച കാര്യം നമ്മൾ മറക്കുന്നില്ല. പക്ഷെ ഒറ്റ ദിവസത്തെ ആക്രമണത്തിന് 5 മാസമായിട്ട്, അതും ഹമാസിനെ അല്ല കൂടുതൽ ആക്രമിക്കുന്നത്, കൊല്ലപ്പെടുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. അതാണ് യഥാർത്ഥത്തിൽ ഈ പലപ്പോഴും എല്ലാവരും പറയുന്നുണ്ട് അവിടെ ആക്രമിച്ചിട്ടല്ലേ തിരിച്ചടിക്കുന്നത്. പക്ഷെ ഒരു ദിവസത്തെ ആക്രമണത്തിന് തിരിച്ചടിക്കുന്നത് ഹമാസ് കുറച്ചാണ്. അവരൊക്കെ രക്ഷപ്പെട്ടിരിക്കുക. അടി കിട്ടുന്നത് മുഴുവൻ സാധാരണക്കാരായിട്ടുള്ള പാലസ്തീനിലെ ഗസയിലെ പാവപ്പെട്ട സ്ത്രീകളും 23,000-ഓളം സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അതിനിടയിൽ എസ്കേൻ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു വലിയ വ്യത്യാസമെന്ന് പറയുന്നത് യുദ്ധം ഗസയിൽ മാത്രമല്ല, ഇസ്രായേൽ അത് സിറിയയിലേക്കും ലെബനനിലേക്കും വലിയ രീതിയിൽ വ്യാപിപ്പിച്ചിരിക്കുന്നു. ലെബനനും
അവിടുത്തെ ഹെസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം എന്ന് പറയാൻ പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ഫയറിംഗ് നടക്കുന്നുണ്ട്. അതിനിടയിൽ ഇസ്രായേൽ സിറിയയിൽ കൊണ്ടുപോയി വലിയ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നതിന് കാരണമായിട്ട് പറയുന്നത് ഹെസ്ബുള്ളക്കാരും അതുപോലെ തന്നെ ഇറാൻ്റെ സൈന്യമായിട്ടുള്ള റവല്യൂഷണറി ഗാർഡ്സിൻ്റെ ആൾക്കാരും ആയുധങ്ങളുമായിട്ട് സിറിയയിൽ അതിന് പ്രധാന ഡമാസ്കസ് അടക്കമുള്ള മേഖലകൾ ഇരിക്കുന്ന അവരുടെ കേന്ദ്രങ്ങളാണ് ആക്രമിച്ചതെന്നാണ് ഇസ്രായേൽ പറയുന്നത്. എന്തായാലും 40 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് ഭീകരരാണ് കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ പറയുന്നു. എന്തായാലും ലെബനനിലെ ഹെസ്ബുള്ളയുടെ നേതാവ്, ഒരു കമാൻഡർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് വ്യാപിക്കുന്നതിൻ്റെ ഇതാണ് കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഗസയിലും SKN വലിയ അടിയാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ദുഃഖവെള്ളിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ബാധകമല്ല ഈസ്റ്ററും. കാരണം ദുഃഖവെള്ളി ഈ യഹൂദന്മാർ തന്നെയാണ് യേശുക്രിസ്തുവിനെ വധിച്ചത്. യേശുക്രിസ്തു ഒരു യഹൂദനായിരുന്നു. ആ യഹൂദ മതത്തിൽ നിന്നാണ് ക്രിസ്തുമതം ഉണ്ടായത്. 140 കോടിയായിട്ട് വളർന്നു. പക്ഷേ യഹൂദ മതം ചെറിയൊരു മതമായി മാറുകയും ചെയ്തു. ഇവൻ ഇസ്ലാം മത വിശ്വാസികളും വരുന്നത് യഹൂദ മതത്തിൽ നിന്നാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ യഹൂദ ഇത്രയും ഇതായിട്ടുള്ള ഇസ്രായേലിലെ ഏതാണ്ട് 2-3 കോടി വരുന്ന യഹൂദന്മാർ 200 കോടി വരുന്ന ഇസ്ലാം മത വിശ്വാസികളായ ഒരു എന്താ പറയുക ഇതിനെയാണ് ആക്രമിക്കുന്നത് എന്നുകൂടി യഹൂദന്മാർ അറിയുന്നില്ല. എന്തായാലും ഇത് വല്ലാത്ത രീതിയിലേക്ക് പോകുന്നു. സ്പോർട്സ് സെൻറ്ററിൽ ഗസയിൽ നടന്ന ആക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതടക്കം 50 പേർ ഈ മണിക്കൂറുകളിൽ ഗസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. SKN PP ജെയിംസ്, ഈ ഖാലിസ്ഥാൻ നേതാവിൻ്റെ പേരിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ ചൈന കയറി ഇടപെടാൻ ശ്രമിച്ചു. ചൈനയുടെ മാധ്യസ്ഥവും ഇടപെടലും വേണ്ട എന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. എന്താണ് യഥാർത്ഥ പ്രശ്നം? SKN നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ശ്രദ്ധിക്കാവുന്ന ഒരു ഡിപ്ലോമാറ്റിക് അല്ലെങ്കിൽ നയതന്ത്ര യുദ്ധമാണ് ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ നടക്കുന്നത്. അരുണാചൽ പ്രദേശിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയി സേല ടണൽ ഉദ്ഘാടനം ചെയ്തപ്പോൾ അരുണാചൽ പ്രദേശ് ചൈനയുടെ ഭാഗമാണ്, അവിടെ ഇന്ത്യ പ്രധാനമന്ത്രി പോകേണ്ട കാര്യമില്ല എന്ന് ചൈന പറഞ്ഞു. ഇന്ത്യ ഉടനെ തന്നെ ചെയ്തത്, ഇന്ത്യ ഇവിടെ വിദേശകാര്യമന്ത്രി ഫിലിപ്പീൻസിൽ പോയി അവിടെ ഇത് യാത്ര നടത്തിയപ്പോൾ പറഞ്ഞത് ദക്ഷിണ ചൈന കടലിൽ ഫിലിപ്പീൻസിൻ്റെ പരമാധികാരം ഇന്ത്യ അംഗീകരിക്കുന്നു എന്ന് വെച്ചാൽ ചൈന പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഇന്ത്യ തള്ളിക്കളഞ്ഞു. അത് ചൈനയ്ക്ക് സഹിച്ചില്ല. ചൈന പറഞ്ഞു ഇന്ത്യ പറയുന്നത് ശരിയല്ല, ഫിലിപ്പീൻസിന് വേണ്ടി ഇന്ത്യ ഇങ്ങനെ ഗോളടിക്കാൻ ശ്രമിക്കരുത്, ഞങ്ങളുടെ സ്ഥലമാണ്, ഇതിൽ ഇന്ത്യ ഇടപെടേണ്ട കാര്യമില്ല. അത് തന്നെയാണ് ഇന്ത്യ പറഞ്ഞത്. ഇന്ത്യ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു, ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഇതായിട്ടുള്ളത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഖാലിസ്ഥാൻ നേതാവ് പന്നുവിൻ്റെ കേസിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. പന്നുവിനെ അമേരിക്കയിൽ വധിക്കാൻ ശ്രമിച്ചതിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ടെന്ന് അമേരിക്കയുടെ ഇൻ്റലിജൻസ് കുറ്റപ്പെടുത്തി അതിനെ ചൊല്ലിയുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഇടപെട്ടുകൊണ്ട് ചൈന പറഞ്ഞിരിക്കുന്നു ഇത് ഇന്ത്യ ഇതൊന്നും ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുന്നു, ഞങ്ങൾ വേണമെങ്കിൽ ഇടപെടാം എന്നുള്ള തരത്തിലൊരു കളിയാക്കുന്ന രീതിയിലേക്ക് രംഗത്ത് വന്നപ്പോൾ ഇന്ത്യയുടെ മറുപടി വളരെ ശക്തമാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം താർക്കാൻ ചൈന നോക്കണ്ട, ഞങ്ങൾ രണ്ടും ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങളാണ്, ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ അറിയാം, അതിൽ ചൈനയുടെ ഇടപെടൽ വേണ്ട എന്ന് ഇന്ത്യ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വാഗ്വാദം വളരെയധികം കൂടിയിരിക്കുന്നു എന്ന് മാത്രമല്ല SKN ഇന്ത്യ ചൈന അതിർത്തി ലഡാക്ക് മുതൽ അരുണാചൽ പ്രദേശ് വരെ, അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇപ്പോൾ മാലദ്വീപ് പ്രശ്നത്തിലുള്ള ഇടപെടൽ, എല്ലാ തരത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയെ സംബന്ധിച്ചിടത്തോളം അവിടെ വല്ലാത്ത പ്രശ്നമാണ്. അതിനിടയിൽ SKN വളരെ വലിയൊരു പോസിറ്റീവ് കാര്യം ഇന്ത്യക്ക് സംഭവിച്ചിരിക്കുന്നത്, UK-യുടെ 2 യുദ്ധക്കപ്പലുകൾ ചെന്നൈയിലെ കോസ്റ്റിൽ വന്നാണ് ഇപ്പോൾ റിപ്പയറിംഗ് നടത്തിപ്പോയത്. അമേരിക്ക 5 വർഷത്തേക്ക് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലിലൊക്കെയുള്ള കപ്പലുകൾ മെയിൻ്റനൻസ് നടത്താനായിട്ട് ഇന്ത്യയുമായി ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു, കരാർ ഒപ്പിട്ടിരിക്കുന്നതിന് കാരണം ചൈനയുടെ കൂടി വരുന്ന നാവൽ ഫ്ലീറ്റിൻ്റെ ശക്തിയാണ്. ലോകത്തിൽ 1ാമത്തെ നാവിക ശക്തിയായി ചൈന മാറിയിരിക്കുന്നു. ചൈനയെ നേരിടാൻ ഉടനെ തന്നെ മെയിൻ്റനൻസ് വേണം ഈ മേഖലയിൽ മുഴുവൻ. അത് ഇന്ത്യയെ ആശ്രയിക്കാനാണ് അമേരിക്കയും ബ്രിട്ടനും യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ തീരുമാനിച്ചിട്ടുള്ളത്. മിനി ബാബു പറഞ്ഞിരിക്കുന്നത് PP-യുടെ കയ്യിൽ കുറച്ച് ചപ്പാത്തി മാവ് കൊടുത്താൽ ഈ സമയം കുഴച്ച് റെഡിയാക്കി തരും. കൈകൊണ്ട് കാണിക്കുന്ന ആക്ഷൻ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നതാണ് മിനി ബാബു. അത് കുഴപ്പമില്ല, അതെനിക്കും തോന്നി. ഓക്കെ, താങ്ക് യു PP ജെയിംസ്. ഇനി നാളെ കാണാം വിദേശ വാർത്തകളുമായി. PP ജെയിംസ് ഇതേ പരിപാടിയിൽ നാളെ ഉണ്ടാകും.